നിലമ്പൂരിൽ UDF വിജയിച്ചത് തീവ്രവാദി സംഘടനയുടെ പിന്തുണയോടെയെന്ന് BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണദാസ്. രണ്ട് മുന്നണികൾക്കൊപ്പവും തീവ്രവാദ സംഘടനകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികൾക്കും വോട്ട് കുറഞ്ഞു. കൂടിയത് NDAക്ക് മാത്രമാണെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ പറഞ്ഞു. നിലമ്പൂരിൽ UDFന്റേത് സാങ്കേതിക വിജയം മാത്രമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. വിജയിച്ചത് UDF അല്ല, ജമാഅത്തെ ഇസ്ലാമിയാണ്. LDFന്റെ വോട്ട് ഗണ്യമായിട്ട് കുറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ അതിതീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കോൺഗ്രസിനും UDFനും ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ആര്യാടൻ ഷൗക്കത്തിന് UDFന് നിലമ്പൂരിൽ വിജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നിലമ്പൂരിൽ ഉണ്ടായത് UDFന്റെ വിജയമല്ല, LDFന്റെ പരാജയമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദ സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വിജയമായിട്ട് വേണം കണക്കാക്കാൻ. ഭീകര സംഘടനകളുടെ പിന്തുണയിലാണ് LDFും UDFും നിലമ്പൂരിൽ മത്സരിച്ചതെന്നും കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. എന്നിട്ടും ഇരു മുന്നണികൾക്കും വോട്ട് കുറഞ്ഞു. വോട്ട് കൂടിയത് NDAക്ക് മാത്രമാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു. UDFന് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനത്തിലും വോട്ടിൻ്റെ എണ്ണത്തിലും കുറവുണ്ടായി. അതേപോലെ തന്നെ LDFനും അവരുടെ വോട്ടിൻ്റെ എണ്ണത്തിൽ ശതമാനത്തിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടായിട്ടുണ്ട്. ഈ മതതീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചിട്ടും 2021 വോട്ടിംഗ് ശതമാനമോ വോട്ടിൻ്റെ എണ്ണമോ രണ്ട് മുന്നണികൾക്കും നിലനിർത്താൻ സാധിച്ചില്ല. മറിച്ച് BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ടും അതേപോലെ തന്നെ വോട്ടിംഗ് ശതമാനത്തിലും വർധനവ് വരുത്താൻ സാധിച്ചു. ജാതിയും മതവും പറഞ്ഞാണ് ഇരു മുന്നണികളും നിലമ്പൂരിൽ വോട്ട് പിടിച്ചത്. BJP മാത്രമാണ് അവിടെ വികസന രാഷ്ട്രീയം പറഞ്ഞത്. 8 തവണ UDF വിജയിച്ച മണ്ഡലമാണ് നിലമ്പൂർ. ഒരു ഇടവേളയ്ക്ക് ശേഷം അത് തിരിച്ചുപിടിച്ചു എന്നേ പറയാൻ കഴിയുകയുള്ളൂ. മതതീവ്രവാദികളുടെ പിന്തുണ ഉണ്ടായിട്ടും UDFന് വോട്ട് കൂടിയില്ല എന്നത് അവരുടെ വിജയത്തിന്റെ തിളക്കം കുറച്ചതായും കൃഷ്ണദാസ് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിക്കാൻ തയ്യാറാകാതിരുന്ന രണ്ട് തീവ്രവാദ സംഘടനകളാണ് ജമാഅത്തെ ഇസ്ലാമിയും PDPയും. ഇത് രണ്ടും LDFന്റെയും UDFന്റെയും ഭാഗമായാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചതെന്നും കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടുമെന്ന VD സതീശന്റെ അഭിപ്രായം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്നും കൃഷ്ണദാസ് പറഞ്ഞു. BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ, കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ മാസ്റ്റർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ AP ഗംഗാധരൻ, TC മനോജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.